ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് വർഗീസ് ചെമ്പോലി എന്നാണ്. എൻ്റെ ഒഫീഷ്യൽ വീട്ടുപേര് താന്നിക്ക പറമ്പിൽ എന്നാണ്. എങ്കിലും ഞങ്ങളുടെ വീട്ടുവളപ്പിൽ ചെമ്പ് കൊണ്ടുള്ള ഒരു ഓലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ ഞങ്ങളെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടി ആ ചെമ്പോലിക്കാർ എന്ന് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ പൊതുവെ ഞാൻ അറിയപ്പെടുക ചെമ്പോലി അച്ഛൻ എന്നാണ്. എൻ്റെ ഓർഡിനേഷൻ 41 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ആ ഓർഡിനേഷൻ ആകട്ടെ കൂനമ്മാവിലെ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിൽ വെച്ചായിരുന്നു എൻ്റെ ഓർഡിനേഷൻ. സെൻറ്റ് ഫിലോമിനാസ് പാരിഷിൽ നിന്ന് ഒരുപാട് ദൈവവിളികളുണ്ടായിട്ടുണ്ട്, ഒരുപാട് അച്ഛന്മാരുണ്ടായിട്ടുണ്ട്, ഒരുപാട് കന്യാസ്ത്രീകളും സന്യാസിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ആദ്യമായിട്ട് ഒരു വൈദിക പട്ട ശുശ്രൂഷ നടന്നത് 1984 ഡിസംബർ 31 ആയിരുന്നു. അത് എൻ്റെ ഓർഡിനേഷനായിരുന്നു. അതിനുശേഷം കൂനമ്മാവ് പള്ളിയിൽ ഒരുപാട് ഓർഡിനേഷൻസ് നടന്നിട്ടുണ്ട്. 41 വർഷം ഞാൻ വൈദികനായി ജീവിച്ചു, പ്രവർത്തിച്ചു. എൻ്റെ വൈദിക പ്രവർത്തനത്തിൻ്റെ ഭൂരിഭാഗവും അങ്ങ് അറേബ്യൻ മിഷനിലായിരുന്നു. ആ മിഷൻ തുടങ്ങിയത് ഒമാനിലായിരുന്നു. ഞാനവിടെ ഒമാനിൽ ചെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു ഇറ്റാലിയൻ അച്ഛൻ, ആ അച്ഛൻ്റെ പേര് ബർണബാസ് മഡ്ഡി എന്നാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം തനിച്ച് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇടവക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായമായി, ഒരു അസിസ്റ്റൻറ്റിനെ വേണമെന്ന് അദ്ദേഹം ഞങ്ങളുടെ മിനിസ്റ്റർ ജനറൽ വഴി ഞങ്ങളുടെ പ്രൊവിൻഷ്യലിനെ അറിയിച്ചു. പ്രൊവിൻഷ്യൽ പലരെക്കുറിച്ചും ചിന്തിച്ചു. അങ്ങനെ അവസാനം ലോട്ട് എന്നിൽ വന്ന് വീണു. എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അറേബ്യൻ മിഷനിൽ ഒരു വൈദികനെ ആവശ്യമുണ്ട്, സാഹചര്യങ്ങളൊക്കെ ഇന്നതാണ്, ഇംഗ്ലീഷാണ് അവിടുത്തെ മീഡിയം, പിന്നെ ദൈവം കൂടെയുണ്ട്, വർഗീസിനെയാണ് ഞങ്ങൾ പലരെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ മനസ്സിൽ വന്നത്. മേലധികാരികളുടെ തീരുമാനമോ അവരുടെ നിർദ്ദേശമൊക്കെ ദൈവഹിതമായിട്ട് കണക്കാക്കുന്ന ഒരു എളിയ വൈദികനാണ് ഞാൻ. പ്രൊവിൻഷ്യലോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ദൈവം പ്രേരിപ്പിച്ചുവെങ്കിൽ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ ഒമാനിൽ എത്തി. അത് 1992 ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്നെ വിശുദ്ധ കുർബാനയുടെ ആ ആഴത്തിലേക്ക് നയിച്ച പല അനുഭവങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഞാൻ കുർബാന ചൊല്ലിയപ്പോൾ പല രാജ്യക്കാരാണ് അവിടെ കുർബാനയിൽ പങ്കെടുക്കുക. ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ട്, പിന്നെ യൂറോപ്പിൽ നിന്നുള്ളവരുണ്ട്, അങ്ങനെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, ഫിലിപ്പീനോസുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലാണ് കുർബാന ചൊല്ലുന്നത്, മെയിൻ മീഡിയം അതാണ്. അങ്ങനെ ഒരു ദിവസം കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുർബാനയുടെ ഡിസ്ട്രിബ്യൂഷൻ, കമ്മ്യൂണിയൻ സമയം വന്നപ്പോൾ ഒരു ഫാമിലി കുർബാന സ്വീകരിക്കാൻ വരികയാണ്. ആ കുർബാന സ്വീകരിക്കാൻ വരുന്ന കൂട്ടത്തിൽ അവരുടെ 3 കുട്ടികളുണ്ട്, 3 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടി ഓൾട്ടർ സെർവറാണ്, എന്നോടുകൂടി അൾത്താരയിലുണ്ട് അവൾ. പക്ഷെ അവളുടെ 2 അനുജത്തിമാരും അവളുടെ ഡാഡിയും മമ്മിയും ഗോവയിൽ നിന്നുള്ള ഒരു ഫാമിലിയാണ്. പേരൻസ് കുർബാന സ്വീകരിച്ചു, മൂത്ത കുട്ടി കുർബാന സ്വീകരിച്ചു, ഇളയ കുട്ടി ഏതാണ്ട് 4 വയസ്സ് കഴിഞ്ഞു. അവളും വന്ന് നാക്ക് നീട്ടി. പക്ഷെ എനിക്ക് കുർബാന കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങി, എനിക്ക് വേണം, എനിക്ക് വേണം, യേശുവപ്പേ എനിക്ക് വേണം എന്ന് കരയാൻ തുടങ്ങി. ഞാൻ കുർബാനയൊക്കെ കഴിഞ്ഞ് അവളെ വിളിച്ച് മിഠായിയൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു സങ്കട വാർത്ത കേട്ടു, ആ കുട്ടിക്ക് ക്യാൻസർ പിടിപെട്ടു. അപ്പോഴത്തേക്കും ഏകദേശം 1 വർഷം കഴിഞ്ഞു, 5 വയസ്സായി. ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് അവൾ ഒമാനിലെ ഒമാൻ റോയൽ ആസ്പത്രിയിൽ അഡ്മിറ്റഡായി. അപ്പോൾ അവളുടെ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ചോ അവളിപ്പോഴും
കുർബാന വേണം, കുർബാന വേണം, എനിക്ക് യേശു അപ്പയെ വേണം, യേശു അപ്പയെ വേണമെന്ന് പറഞ്ഞ് കരയണച്ചോ. എന്താ ചെയ്യുക? അപ്പം ഞാൻ അല്പം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നി ബിഷപ്പിനോട് പ്രത്യേക ഒരു അനുവാദം വാങ്ങിക്കുക. ഈ കുട്ടിക്ക് ആദ്യ കുർബാന കൊടുക്കുക, അതൊരു ആഘോഷമായിട്ട് തന്നെ കൊടുക്കുക. റോയൽ ആസ്പത്രിയിൽ ഡോക്ടേഴ്സും പിന്നെ ഒരുപാട് കാത്തലിക് നേഴ്സുമാരും ഉണ്ട്. അവരുടെയൊക്കെ സഹായത്തോടെ അധികാരികളിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് റോയൽ ആസ്പത്രിയിൽ വെച്ച് ഒരു വാർഡിൽ വെച്ച് ആഘോഷമായിട്ടുള്ള ഒരു കുർബാന അർപ്പിക്കുകയാണ്. ഈ കുട്ടി വളരെ സന്തോഷത്തോടുകൂടി ആകാംക്ഷയോടുകൂടി എനിക്കിപ്പോൾ ഈശോ അപ്പയെ കിട്ടും, ഈശോ അപ്പയെ കിട്ടും. അങ്ങനെ അവൾക്ക് ആഘോഷമായ കുർബാന നടത്തി അവൾക്ക് ആദ്യ കുർബാന കൊടുത്തു. ആ കുർബാന അർപ്പണം എനിക്ക് ഭയങ്കര ആഴത്തിലുള്ളൊരു അനുഭവമായിരുന്നു. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ആസ്പത്രിയിലുള്ള മറ്റ് സ്റ്റാഫുമാരുമൊക്കെ ഈ കുർബാനയിൽ വന്ന് പങ്കെടുത്തു. ഈ കുട്ടി കുർബാന സ്വീകരിച്ചു വളരെ സന്തോഷത്തോടുകൂടി. ഞാനത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണു നിറയും. അവളുടെ ആ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ സന്തോഷം. ഒരു ദിവസം കഴിഞ്ഞ് അവൾ മരിച്ചു. ഏഞ്ചൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിശുദ്ധ കുർബാനയുടെ അനുഭവമായിരുന്നു ഈ അനുഭവം. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ഞാൻ ഗൾഫ് കൺട്രിയിൽ പോകാനിടയായത് ഞാനൊരു വൈദികനായതുകൊണ്ടാണ്. അവിടെ വൈദിക ശുശ്രൂഷ ആവശ്യമായിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ, അവിടെ പള്ളികളാകട്ടെ വളരെ ചുരുക്കം. പള്ളിയിൽ നിന്ന് അകലെ താമസിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവർക്കൊക്കെ വിശുദ്ധ കുർബാന ചിലപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യമാണ് കിട്ടുക. അതുകൊണ്ട് ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെയാണ് അവർ വരിക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഏതാണ്ടൊരു ചെറുപ്പക്കാരനായ വൈദികൻ, മലയാളി വൈദികൻ അവിടെ പള്ളിയിൽ വന്നിരിക്കുന്നു, റെസിഡൻറ്റ് വിസയിൽ. അപ്പോൾ അവർക്ക് സന്തോഷമായി. പല സ്ഥലത്തു നിന്നും എനിക്ക് ഫോൺ വിളികൾ വരാൻ തുടങ്ങി. അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ വന്നു, റെസിഡൻറ്റ് വിസയിൽ വന്നു എന്നറിഞ്ഞാൽ സന്തോഷം. ഞാനിപ്പോൾ വിളിക്കുന്നത് ഈ പള്ളിയിൽ നിന്നും 250 കിലോമീറ്റർ അകലെയിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുമാണ് വിളിക്കുന്നത്. ഇവിടെ 10-40 വിശ്വാസികളുണ്ടച്ചോ, ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും. ഞങ്ങൾക്കിവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങി. ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവർക്കൊരു ബോധ്യം കിട്ടി, ഈ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടണമെങ്കിൽ യേശു പറഞ്ഞൊരു കണ്ടീഷൻ അവർ ഓർത്തു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യമാണിത്. പ്രാർത്ഥന കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ ആ മൂവ്മെൻറ്റുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വചനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അവസരം കിട്ടി. അങ്ങനെ ഒരുപാട് ആൾക്കാർ വചനം പഠിച്ചു. അങ്ങനെ വചനം പഠിക്കുന്ന കൂട്ടത്തിനാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, ഫലം കിട്ടണമെങ്കിൽ യേശുവായിട്ട് ഐക്യപ്പെടണം. അങ്ങനെ യേശുവായിട്ട് ഐക്യപ്പെടാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർ വീണ്ടും വചനത്തിലൂടെ ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന് 56-ാമത്തെ വാക്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതവർ നോട്ട് ചെയ്തു. യേശു പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ 2 കണ്ടീഷനാണ് യേശു പറഞ്ഞത്. നാം അവനിൽ വസിക്കണം, അവൻ്റെ വാക്കുകൾ നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യണം. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർക്ക് ബോധ്യമായി ഈ വിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വത്തിലൂടെ ഈ 2 കണ്ടീഷൻസും പൂർത്തീകരിക്കപ്പെടുകയാണ്.
അതുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെ, അതോടൊപ്പം തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടി എന്നെ വിളിച്ചു പറയുകയാണ്, അച്ഛൻ 250 കിലോമീറ്റർ അകലെയാണ്, അച്ഛൻ ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു കുർബാന അർപ്പിച്ച് തരാമോ? ഇങ്ങനെ വിളികൾ പല ഭാഗത്തു നിന്നും വരികയാണ്. അങ്ങനെ ഒരുപാട് വിളികൾ കിട്ടിയപ്പോൾ ഞാൻ വികാരി അച്ഛനോട് പറഞ്ഞു, അച്ചോ ഇന്ന വരെ ആൾക്കാർ വിളിക്കുന്നല്ലോ, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അച്ഛൻ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, മോനെ എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം, ഇവിടെ പള്ളിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും വരരുത്, ആ തടസ്സം വരാതെ എവിടെ വേണമെങ്കിലും പോയിക്കോ എന്നും പറഞ്ഞു ഒരു ബ്ലാങ്കറ്റ് പെർമിഷൻ തരികയാണ്. ഞാനിപ്പോൾ മലയാളം കുർബാനയുടെ സമയത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്തു, നമുക്ക് ഒരു മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരവസരം വന്നിരിക്കുകയാണ്. ജോലിക്ക് മുടക്കം വരുത്താതെ തന്നെ എൻ്റെ കൂടെ ഇൻറ്റീരിയർ സ്റ്റേഷൻസിലേക്ക് വരാൻ സാധിക്കുന്നവർ പേര് തരിക. ഒരുപാട് യുവാക്കൾ എൻ്റെ അടുത്ത് വന്ന് പേര് തന്നു. എനിക്കാകട്ടെ കാറൊക്കെ ഉണ്ട്, പക്ഷെ ലൈസൻസ് ഇല്ല, അത് ഓടിക്കാൻ ആൾ വേണം. അപ്പോൾ ചെറുപ്പക്കാരിങ്ങനെ മുന്നോട്ട് വരികയാണ്. ഇതൊരു മിഷണറി പ്രവർത്തനമാണ്. ഈശോയെ വേണമെന്ന് ആഗ്രഹിച്ച് കഴിയുന്ന, എന്നാൽ അതിന് സാധാരണ മട്ടിൽ അവസരമില്ലാത്തവരിലേക്ക് ഈശോയും കൊണ്ട് ചെല്ലുക, അത് വലിയൊരു അനുഭവമായിരുന്നു. ഡോക്ടർ ദേവസി എന്നോട് പറഞ്ഞു, അച്ചോ വളരെ സന്തോഷം, അച്ഛനിങ്ങനെ റെസിഡൻറ്റ് വിസയിൽ വന്നു, ഇവിടെ എനിക്കൊരു ക്ലിനിക്കുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഈ ക്ലിനിക്ക് നടത്തുകയാണ്, ഇവിടെ ഒരുപാട് വിശ്വാസികളുണ്ട് അച്ചോ, പക്ഷെ അവർക്ക് പള്ളിയിൽ വന്ന് കുർബാനയിൽ പങ്കെടുക്കാനും ഈശോയെ സ്വീകരിക്കാനും അവസരമില്ല, അച്ഛനൊന്ന് ഇങ്ങോട്ട് വന്ന് കുർബാന അർപ്പിച്ചെന്നാൽ വളരെ ഉപകാരമായി. വികാരി അച്ഛൻ എനിക്കൊരു ബ്ലാങ്കറ്റ് പെർമിഷനും തന്നു. ഞാൻ പള്ളിയിൽ അനൗൺസ് ചെയ്തതനുസരിച്ച് ഒരുപാട് യുവാക്കൾ മുന്നോട്ട് വന്നു. അവരിങ്ങനെ മത്സരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 7 സീറ്റർ വണ്ടിയിൽ അത് ഹൗസ്ഫുള്ളായിട്ടാണ് കുർബാന അർപ്പിക്കാൻ പോവുക. ഡോക്ടർ ദേവസി എന്ന ഈ മലയാളി ഡോക്ടറിൻ്റെ വീട്ടിൽ ആ വർഷം മുതൽ ഏതാണ്ട് 25 വർഷത്തോളം തുടരെയായിട്ട് മാസത്തിൽ 1 അല്ലെങ്കിൽ 2 കുർബാന ചൊല്ലും. ഒരു കുർബാന ചിലപ്പോൾ ഇംഗ്ലീഷിൽ നോൺ മലയാളികൾക്ക് വേണ്ടി, മറ്റു കുർബാന മലയാളത്തിൽ. അപ്പോൾ കത്തോലിക്കർ മാത്രമല്ല, മറ്റ് നോൺ കാത്തലിക് ഡിനോമിനേഷൻസുള്ള പലരും ഈ കുർബാനയിൽ പങ്കെടുക്കാൻ വരെയാണ് ദാഹത്തോടു കൂടി. അങ്ങനെ അവിടെ ചെന്ന് കുർബാന അർപ്പിച്ച ആ അനുഭവം എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആൾക്കാർ വളരെ ദാഹത്തോടു കൂടി ഇരിക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ത്യാഗം സഹിച്ചാണെങ്കിലും അവർ ആ കുർബാനയ്ക്ക് വന്നിരിക്കും. കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചുറ്റും പള്ളികളുണ്ട്. ഓരോ പള്ളിയിലും കുറഞ്ഞത് 2 കുർബാനയെങ്കിലും കാണും, രാവിലെയും വൈകിട്ടും, അല്ലെങ്കിൽ രാവിലെ തന്നെ 2 കുർബാന. അങ്ങനെ കുർബാന പങ്കെടുത്ത് ശീലിച്ചവരാണ്. ഇങ്ങനെ ഗൾഫിൽ ചെന്നപ്പോൾ കുർബാനയിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരമില്ല. അപ്പോൾ അവർ ഭയങ്കര ദാഹമായി കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരുടെ അടുത്ത് ചെന്ന് ഒരു കുർബാന ചൊല്ലുമ്പോൾ എന്തൊരനുഭവമായിരുന്നു അത്. ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ഒമാനിൽ ചെന്ന് വൈദിക ശുശ്രൂഷ ചെയ്ത് അങ്ങനെ ദിവസങ്ങൾ പോകുന്നു, മാസങ്ങളും 1-2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഒമാനിൽ തന്നെ ഏതാണ്ട് 25ഓളം സബ്സ്റ്റേഷൻസ് ഓപ്പൺ ചെയ്യേണ്ടി വന്നു. കാരണം ഡിഫറെൻ്റ് ഡയറക്ഷനിൽ നിന്നും ആളുകൾ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ ഇത്ര കിലോമീറ്റർ അകലെയാണ്, 300 കിലോമീറ്റർ അകലെയാണ്, 200 കിലോമീറ്റർ അകലെയാണ്, 150 കിലോമീറ്റർ, അച്ഛനൊന്ന് വന്ന് ഒരു കുർബാന അർപ്പിച്ച് തരാമോ? വലിയ അനുഗ്രഹമായിരിക്കും അത്. ഒരു ഡയറക്ഷനിൽ പോയിട്ട് ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുർബാന, അത് കഴിഞ്ഞ് പിന്നെ ഒരു 100 കിലോമീറ്റർ കൂടി അപ്പുറത്ത് വേറൊരു കുർബാന, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 50 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുർബാന. അങ്ങനെ നിസ്വ, ബഹല, ഇബ്രി എന്നീ ആ ഡിറക്ഷനിൽ കുർബാന ചൊല്ലിപ്പോവുകയാണ്. എങ്കുൽ എന്ന് പറഞ്ഞൊരു സ്ഥലം
സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒമാൻ്റെയും സൗദിയുടെയും ഒരു ബോർഡറായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഒരു ദിവസം എൻ്റെ കൂടെ വരാൻ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കിട്ടി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വണ്ടിയും ബിഷപ്പ് തന്നെ പറഞ്ഞ് വാങ്ങിച്ചു. ഓടിക്കാൻ ആളെ കിട്ടിയില്ല, പക്ഷേ കൂടെ ഇരിക്കാനായിട്ട് കുറേ ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഞാൻ തന്നെ വണ്ടി ഓടിക്കണം. 200 കിലോമീറ്റർ അപ്പുറത്ത് കുർബാന, അത് കഴിഞ്ഞ് പിന്നൊരു 100 കിലോമീറ്റർ അപ്പുറത്ത്, പിന്നൊരു 50 കിലോമീറ്റർ അപ്പുറത്ത്. ഇബ്രിയിൽ നിന്നും ഏതാണ്ട് 10-40 കിലോമീറ്റർ അപ്പുറത്താണ് യങ്കുല്. അവിടെ ഒരു ദിവസം കുർബാനക്ക് പോവുകയാണ്. ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പോകുന്നത് കൊണ്ട് ഭയങ്കര ക്ഷീണം. 5ാമത്തെ കുർബാന എന്ന് ഓർക്കണം ആ ദിവസം. അപ്പോൾ അവിടെ ആളുകളാണെങ്കിൽ ദാഹത്തോടെ കാത്തിരിക്കുകയാണ്. ഇതാകട്ടെ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കുർബാനയാണ്. അവിടെ മാതാപിതാക്കൾ കൈക്കുഞ്ഞുങ്ങളുമായി കാത്തിരിക്കുകയാണ്. ഇത്രയും അകലെ ഉള്ള ഒരു സ്ഥലമായതിനാൽ അവിടുത്തെ കുർബാന ഏത് സമയത്താണെങ്കിലും പാതിര കുർബാനയാണ്. കാരണം മറ്റ് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് അവിടെ എത്തുമ്പോൾ പാതിരയാകും. എങ്ങനെയെങ്കിലും ഈ കുർബാനയും കൂടി ചൊല്ലി എനിക്കൊന്ന് കിടന്നാൽ മതി, കാരണം അത്രയും ഡെഡ്ലി ടയേർഡായി ഞാൻ. അപ്പം അവിടെ ചെന്ന് കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അച്ചോ ഒന്ന് കുമ്പസാരം കേൾക്കാമോ? അപ്പോൾ ഒരാളല്ലേ ഉള്ളെന്ന് കരുതി ഞാൻ ഒരു ചെറിയ മുറിയിലേക്ക് മാറിയിരുന്ന കുമ്പസാരം കേട്ടു. അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു. അവിടെ വന്നിരുന്ന 10-40 പേരും കുമ്പസാരിക്കുകയാണ്. ആ കുമ്പസാരം കേൾക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി. ആ കുർബാനക്ക് എന്തെന്നില്ലാത്ത അഭിഷേകമായിരുന്നു. ഒരു ദിവസത്തെ 5ാമത്തെ കുർബാനയാണ്. ഒരു ദിവസത്തിൽ എത്ര കുർബാന വേണമെങ്കിലും ആവശ്യാനുസരണം ചൊല്ലാൻ ബിഷപ്പ് അനുവാദം തന്നിട്ടുണ്ട്. അങ്ങനെ ആ കുർബാന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്കും അവർ കൂടെ വന്നവർക്കും കുർബാനയിൽ പങ്കെടുത്തവർക്കും. ഈ അനുഭവങ്ങളൊക്കെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. പൂർണ്ണമായി നൽകാൻ ബലിവേദി മുന്നിൽ അണയുന്നു ഞങ്ങൾ അഖിലേശ്വര. അൾത്താരയിൽ വയ്ക്കാൻ ആത്മാവിലൊരു പിടി കാഴ്ചകളുണ്ടല്ലോ സർവേശ്വര. ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ സ്റ്റേഷൻസുകൾ തുറക്കേണ്ടി വന്നു. അങ്ങനെ ഒമാനിൽ തന്നെ ഏതാണ്ട് പല ഡയറക്ഷനിലായി 25ഓളം സ്റ്റേഷൻസ് തുറക്കേണ്ടി വന്നു. സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിലപ്പോൾ നാട്ടിലുള്ള ഒരു പാരിഷിൻ്റെ ആ ഒരു ചാപ്പല് അല്ലെങ്കിൽ ഒരു ഷ്രൈൻ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ അവിടെ പള്ളി തന്നെ 4 പള്ളികളേ ഉള്ളൂ. ഈ സബ്സ്റ്റേഷൻ തുറക്കുന്നു എന്ന് പറയുന്നത് പള്ളിയിൽ നിന്ന് അകലെയുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ, അതല്ലെങ്കിൽ ഒരു ലേബർ ക്യാമ്പിൽ അങ്ങനെ കുർബാന അർപ്പിച്ചു തുടങ്ങിയാണ്. അങ്ങനെ 25ഓളം സബ്സ്റ്റേഷൻസ് ഞാൻ തന്നെ തുറക്കേണ്ടി വന്നു. അങ്ങനെ പോകുന്ന അവസരത്തിൽ നമ്മളുടെ ബിഷപ്പ് വർഷത്തിലൊരിക്കൽ പാസ്റ്ററൽ വിസിറ്റേഷന് വരും അബുദാബിയിൽ നിന്ന്. പാസ്റ്ററൽ വിസിറ്റേഷന് വരുമ്പോൾ അദ്ദേഹം ഇൻറ്റീരിയർ സ്റ്റേഷനിലുള്ള ആൾക്കാരെ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ അകലയിലുള്ള കുറച്ച് സ്റ്റേഷൻസിലൊക്കെ കൊണ്ടുപോയി. സൂറ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, പിന്നെ അതും കഴിഞ്ഞ് സൂറ് അക്കാലത്ത് 300 കിലോമീറ്റർ അകലെയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്, പുതിയ വഴികളൊക്കെ വന്നു. അപ്പം അവിടെ ചെന്ന് ആൾക്കാരിങ്ങനെ ദാഹത്തോടെ ഇരിക്കുകയും ഒരു കുർബാനയിലുള്ള അവരുടെ ഭാഗഭാഗിത്വവും എല്ലാവരും തമ്മിലുള്ള സഹകരണവും ഐക്യവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ബിഷപ്പിന് വളരെ സന്തോഷമായി. അവിടെ ആ പള്ളിയിൽ നിന്നകന്ന ഒരു കുഗ്രാമത്തിൽ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടി കുർബാന അർപ്പിക്കുന്നു. അവിടെ അവർ പരസ്പരം പങ്കുവയ്ക്കുന്നു, ഐക്യത്തിൽ ജീവിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. എന്നെ ഒമാനിലേക്ക് പറഞ്ഞു വിട്ടത് കുറച്ച് കാലത്തേക്കൊന്നും പറഞ്ഞാണ്. ഈ കുറച്ചു കാലം നമ്മുടെ നാട്ടിലൊക്കെ 3 വർഷമാണ് ഒരു ട്രാൻസ്ഫർ പീരീഡ്. ആ 3 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ടേമും കൂടി ആകാം. പക്ഷെ അവിടെ 6 വർഷമായിരുന്നു ഒരു ടേം.
ആ ടേം തീരാറായപ്പോൾ ബിഷപ്പിനോട് ഞാൻ പറഞ്ഞു, 6 വർഷം തികയാണ്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ആ ഇറ്റാലിയൻ ബിഷപ്പ് ബെർണാഡ് ഗ്രെമോളി പറയാൻ വെയിറ്റ് എന്നും പറഞ്ഞ് അദ്ദേഹം പ്രൊവിൻഷ്യലിൽ വിളിക്കുമായിരുന്നു നാട്ടിൽ. എന്നിട്ട് പറഞ്ഞ് പ്രൊവിൻഷ്യൽ പറഞ്ഞു കുറച്ച് നാളും കൂടി ഇവിടെ നിന്നോളാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ നിൽക്കാനിട വന്നത്? ഈ ഇൻറ്റീരിയർ സ്റ്റേഷനിൽ പോയി കുർബാനയിൽ പങ്കെടുക്കണമെന്ന തീവ്രമായ ദാഹത്തോടെ ആഗ്രഹത്തോടെ ഇരിക്കുന്നവർക്ക് അങ്ങോട്ട് ചെന്ന് സർവീസ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. രാവിലെ ചിലപ്പോൾ ഇവിടെ സിറ്റിയിലുള്ള പള്ളിയിൽ ആദ്യത്തെ കുർബാന കഴിഞ്ഞ് പിന്നെ ഒരു ലൈൻ പിടിച്ചങ്ങോട്ട് പോവുകയാണ്. ആ ലൈനിൽ പല സ്ഥലത്തും കുർബാന ചൊല്ലി പോകുമ്പോൾ ചിലപ്പോൾ വലിയ വാടി എന്ന് പറയുന്നത് റോഡായിരിക്കും, പക്ഷെ അത് വലിയ പുഴ പോലെ ആവും. അവിടെ തന്നെ മഴ പെയ്യണമെന്നില്ല. കുന്ന് നിറഞ്ഞ സ്ഥലത്തിനിടക്ക് 5 മണിക്കൂറിലേറെ ഒരു ദിവസം പാതിരായ്ക്ക് കുർബാനയും കഴിഞ്ഞ് വരുമ്പോൾ അവിടെ റോട്ടിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ത്യാഗം സഹിച്ചാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലാൻ കാരണം എന്താണ്? ഈ കുർബാനയ്ക്ക് വേണ്ടി ദാഹിച്ച് കഴിയുന്ന അവരുടെ ആ സന്തോഷം കാണുമ്പോൾ അതിനേക്കാൾ വേറെ സന്തോഷമൊന്നുമില്ല. എത്ര വർഷം അവിടെ നിന്നു എന്ന് ചോദിച്ചെന്നാൽ ഓരോ 6 വർഷം കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ 3 വർഷം കൂടുന്തോറും ചോദിക്കുമ്പോൾ ബിഷപ്പ് പറയും, നിൽക്ക് ഞാൻ കുറച്ചും കൂടി സമയം നിൽക്ക്. അങ്ങനെ ഏതാണ്ടൊരു 30 വർഷത്തോളം ഗൾഫ് മിഷനിലായിരുന്നു. എൻ്റെ വൈദിക ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള 30 വർഷങ്ങളായിരുന്നു. അറേബ്യൻ നാട്ടിൽ കുർബാന കിട്ടാതെ അതിനുവേണ്ടി ദാഹിച്ച് കഴിയുന്നവരുടെ അവരുടെ അടുത്തേക്ക് ചെന്ന് കുർബാന അർപ്പിച്ച് സമയം ചെലവഴിക്കുക ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട വളരെ അഭിഷേകത്തിലുള്ള സമയമായിരുന്നു. തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു നിന്നെ വിശ്വൈകരാജനെ, നിന്നെ മറന്നോരെന്നെ തിരഞ്ഞ് മണ്ണിൽ പിറന്നവനെ, നിന്നിൽ ലയിക്കാനൊന്നായി തീരാ എന്നെ നൽകുന്നിതാ. ഞാൻ ഒമാനിൽ ചെന്നപ്പോൾ ആദ്യം ഞാൻ നിയോഗിക്കപ്പെട്ടത് ഗാല എന്ന സ്ഥലത്തുള്ള ഹോളി സ്പിരിറ്റിൻ്റെ നാമത്തിലുള്ള പാരിഷിലായിരുന്നു. അവിടെ ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷം അവിടെ തന്നെയുള്ള കുറച്ച് അടുത്ത സിറ്റിയിലുള്ള റൂവി പള്ളിയിൽ സെയിൻസ് പീറ്റർ ആൻഡ് പോൾ പള്ളിയിൽ വികാരിയായിട്ട് നിയമിതനായി. അവിടെ അങ്ങനെ കുർബാനയൊക്കെ ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മലയാളം കുർബാനയുടെ സീറോ മലബാർ കുർബാനയുടെ കാറൂസസ് ചൊല്ലാനായിട്ട് നേരത്തെ തന്നെ ആൾക്കാർ അറേഞ്ച് ചെയ്യും. അത് ബൈ ടേണായിട്ട് കൂടുതൽ ആൾക്കാർക്ക് അവസരം കിട്ടാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം കുർബാനയ്ക്ക് മുമ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. കുർബാനയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ പള്ളിയുടെ മുന്നിലിരുന്ന് ഏതാനും ചെറുപ്പക്കാർ സംസാരിക്കുന്നു. അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ നല്ല വാചാലമായിട്ട് നല്ല സ്ഫുടമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മോനാണ് കേട്ടോ കാറോസിസ് ചൊല്ലേണ്ടത്. അയ്യോ അച്ചോ, ഞാനിതുവരെ അങ്ങനെ കുർബാനയുടെ ഇടയിൽ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഇപ്പം തന്നെ ഇന്ന് മോനത് പ്രാർത്ഥിക്കുകയാണ് എന്നും പറഞ്ഞ് ഞാനങ്ങ് പോയി. ആ സമയമായപ്പോൾ അവൻ വന്ന് കാറോസൂസ നല്ല സ്ഫുടമായിട്ട് നല്ല ശബ്ദത്തിൽ അതിൻ്റെ ആ ഫീലോടുകൂടി ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ പലരും അവനെ പ്രശംസിച്ചു. ഞാനും ചെന്ന് പറഞ്ഞു, പ്രാർത്ഥന വളരെ നന്നായി കേട്ടോ. മോനെ ഏതെങ്കിലും പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ടോ? ഇല്ലച്ചോ, പ്രാർത്ഥന കൂട്ടായ്മയിലൊന്നും. എന്നാൽ ഇന്ന് തന്നെ തീരുമാനിക്കണം, ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ചേരണം. അപ്പോൾ അദ്ദേഹത്തിന് ജോലി എടുക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥന കൂട്ടായ്മയില്ല. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് അതും പള്ളിയിൽ നിന്ന് ഒരുപാട് അകലെയുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ചെന്ന് കുർബാന അർപ്പിക്കാമോ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാം,
അവിടെ ചെന്ന് മുസന്നെ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ചെന്ന് കുർബാന അർപ്പിച്ചു. അതിനു മുമ്പ് അവിടെ പ്രാർത്ഥനാ കൂട്ടായ്മ കൂടി പ്രാർത്ഥിച്ചൊരുങ്ങും കുർബാനയ്ക്ക്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും വചനം പറയാനില്ല എങ്കിൽ ഇദ്ദേഹം മുന്നോട്ട് വന്ന് വചനം പറയാൻ തുടങ്ങി. അദ്ദേഹം വചനം പറയുമ്പോൾ കേൾക്കുന്നവർക്ക് നല്ല അഭിഷേകം ഉണ്ടാകുന്നു. അത് അദ്ദേഹത്തിനും പ്രോത്സാഹനമായി. അദ്ദേഹം ഇങ്ങനെ വചനം പങ്കുവയ്ക്കുന്നതിൽ വളർന്നു. പിന്നീട് അദ്ദേഹത്തെ പല സ്ഥലത്തും വചനം പങ്കുവെക്കാൻ വിളിച്ചു. ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വചന പ്രഘോഷകനാണ്. അദ്ദേഹം ഒമാനിൽ നിന്ന് വേറെ UK ട്രാൻസ്ഫറായി, അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫറായി. ഇപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. ആ ചെറുപ്പക്കാരൻ്റെ പേര് ജിജിമോൻ കുഴുവേലിൽ എന്നാണ്. ആ മകൻ ഞാനും ഉൾപ്പെട്ട ഒരു അഗാപ്പെ ഇൻ്റർനാഷണൽ പ്രീച്ചിങ് ടീമിൻ്റെ മെമ്പറാണ്. നാം ചിലപ്പോൾ ഒരു ചെറിയൊരു സപ്പോർട്ട്, ഒരു പുഷ് കൊടുത്താൽ മതി, ഉള്ളിലുള്ള കഴിവുകൾ വളർന്നു വരാൻ വളരെ സഹായിക്കും. കുർബാനയിൽ പങ്കെടുത്ത് ആ കുർബാനയിൽ കാറോസുസ പ്രാർത്ഥന ചൊല്ലാൻ കിട്ടിയ അവസരത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ആ അഭിഷേകം കുർബാനയിൽ നിന്നും കിട്ടിയ ഒരു അഭിഷേകമാണ്. അത് അദ്ദേഹത്തിന് ഒരു അനുഗ്രഹമായിട്ട് മാറി. അദ്ദേഹത്തിന് ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ടായി. അപ്പോൾ കുർബാനയിലുള്ള ഭാഗഭാഗിത്വം, അതിപ്പോൾ കാറോസൂസ എന്ന് തന്നെയല്ല, നമ്മളൊരു കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഒരു അഭിഷേകം, ഒരു പ്രചോദനം, ഒരു ശക്തി, അത് നമുക്ക് മാത്രമല്ല മറ്റു പലർക്കും ഉപകാരപ്രദമായി തീരും.